ഓക്കെ, നമ്മളിന്ന് കുറച്ച് പ്രയോഗങ്ങളും കുറച്ച് വാക്കുകളും ഒന്ന് പഠിക്കാൻ പോവാണേ. അത് ഉപയോഗത്തിൽ കൊണ്ടുവരണം കേട്ടോ. ജാഹിസ്, جاهزون يا جماعة؟ نحن جاهزين. أيوة. أنا والله أنا عاد مرة ثانية. لو أنتم ناشطين أنا ناشط جدا، لو أنتم كسلانين وأنا كسلان جدا. فهمتم؟ فهمت. فهمتم ولا لا؟ شو فهمت. يعني؟ شو يعني؟ നമ്മള് ആക്റ്റീവ് ആണെങ്കിൽ സാറും ആക്റ്റീവ് ആവും. I'm very active. لا أيوة، أنا أكون ناشط جدا، لكن لو أنتم كسلانين بكون كسلان جدا. നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ ഞാൻ ആക്റ്റീവ് ആയിരിക്കും, നിങ്ങൾ ഞാൻ അതിനേക്കാളും വലിയ മടിയനായിരിക്കും. لا تمام. شو أحسن؟ شو أحسن؟ نشيط أحسن. أيوة نعم. നമ്മൾ എന്നെ ഒന്ന് വിശ്വസിക്കുന്ന എങ്ങനെ പറയാം? ബിലീവ് മീ. صدقني. ആ, ബാക്കി എല്ലാവരും സൈലന്റ് ആയത് ഡ്യൂട്ടിയിലായതുകൊണ്ടാണോ? صدقني. لا صدقني يا شيخ، صدقني يا عمي، صدقني يا أخي، صدقيني يا أختي، صدقيني. ലേഡിയോട് പറയുമ്പോൾ അതൊക്കെ ഈ صدقيني، صدقيني يا أختي، والله ما مصدق أبدا. ما السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة الله. عمنا فضل الله هيدر، حياك الله. مرحب. تمام يا كيف حالك يا أستاذ؟ الحمد لله بخير، تفضل. أنت طيب؟ موجود. نعم. ما مصدق أبدا. أنا ما مصدق أبدا. عندها والله أنا ما مصدق أبدا. ها؟ എന്ന് വെച്ചാൽ والله أنا ما مصدق أبدا، ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല. يعني don't believe you. ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല. ഇത് ട്രസ്റ്റിന് തന്നെ പറയാട്ടോ. ട്രസ്റ്റ് മീ എന്ന് പറയില്ല നമ്മൾ, അതിനൊക്കെ തന്നെ പറയും സദ്യത്തിന്. നീ പറഞ്ഞ സത്യമാണെന്ന് പറയും അല്ലെ? താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് പറയാൻ എന്ത് പറയും? എന്താ പറഞ്ഞത്? والله صدق. صدق. لا صدق. والله صدق. ഓക്കെ, നമ്മളൊരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചു, ഇനി പുറത്ത് പറയരുത് എന്നങ്ങനെ പറയാം? സീക്രട്ട് ആണ്, പുറത്ത് പറയരുത്. അതൊരു ഷോർട്ട് വാക്കുണ്ട് അറബിയിൽ. ഇത് എല്ലാവരും അത്രയും ഇമ്പോർട്ടന്റ് ആട്ടോ. ഇന്നത്തത് കുറെ നല്ല പ്രയോഗങ്ങൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണേ. അത് നമ്മുടെ സ്പീക്കിങ്ങിന് വെരി ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അത് പാലിക്കേണ്ടതും ഉണ്ട്. എങ്ങനെ പറയാം? ഏയ് നിങ്ങള് والله انا اعيد مره ثانيه لو انتم كسلانين انا كسلان جدا. لو عندكم حياه انا عندي حياه. എന്താ പറയാ? ബിൽ അമാന. ഇവർ പറയും ഹാദാ ബിൽ അമാന. അമാന എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നിന്നെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് എന്നതാണ് അമാന. അത് അമാനത്തി യാ അഖി, ഹദാ അമാന. മാ അഖ്ദർ അത്കല്ലമക്, എനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല. മാ അഖ്ദർ അത്കല്ലമക്, ലാ മാ അഖ്ദർ അകല്ലിമക്, ഇതെനിക്ക് നിന്നോട് പറയാൻ കഴിയില്ല. ഹദാ അമാന വല്ലാഹ്, ഹദാ അമാന. മാ അഖ്ദർ അകല്ലിമക്, എനിക്ക് താങ്കളോട് ഇത് പറയാൻ കഴിയില്ല. തമാം. അമാന വല്ലാഹ്. അന അമീൻ. അമീൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വസ്തനാണ് എന്നതാണ്. പക്ഷേ വിശ്വസ്തനാണെന്ന് മാത്രല്ല, രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. എന്നെ ഏൽപ്പിച്ച കാര്യത്തെ നോക്കാൻ പറ്റുന്നയാളാണ് ഞാൻ എന്ന രീതിയാണ് അമീൻ.
അന അമീൻ. അമീൻ. എന്നെ വിശ്വസിക്കാം, എന്നോട് രഹസ്യങ്ങൾ പറയാം. അന അമീൻ വല്ലാഹ് കല്ലിംനി കുല്ല ഷൈ അല്ലി മഅക്. നിന്റെ അടുത്തുള്ളതെല്ലാം എന്നോട് പറഞ്ഞോ. അമീൻ വല്ലാഹ് അന അമീൻ. ലേഡീസ് പറയുമ്പോ അന അമീന വല്ലാഹ് അന അമീന. അയ്യോ തഖ്ദർ കല്ലിംനി കുല്ല ഷൈ. എന്നോട് എല്ലാം പറയാം. അന അമീന വല്ലാഹ് ഞാൻ വിശ്വസ്തയാണ് എന്ന് വെച്ചാൽ നിന്റെ രഹസ്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല എന്നതാണ്. لا نعم. من أحسن الصاحب يا عم خليل، من أحسن الصاحب. ആരാണ് നല്ല കൂട്ടുകാരൻ? من أحسن الصاحب، من أحسن الصاحبة. من സാഹിബ ഹിയ അമീന. لا والله، أحسن الصاحب وأحسن الصاحبة أمينة. أمين كل يعني المراعي، صح. المراعي لو يتكلمها أي حاجة هي ما تتكلم أي شيء برا. لو أنا أوريها أي حاجة وهي ما يتكلم، هي ما تتكلم أي شيء، أي شيء ما يوري أي شيء لأي واحد. هذا المراعي، هذا هو الكلامنا. يعني لو أحسن الصاحب معي زي المراعي، صح. മറായി എന്താ സർ? മറായി. മിറർ കണ്ണാടി, صح. ആ ലോ അത്കല്ലം ഹാ, ഞാൻ കണ്ണാടിയോട് സംസാരിക്കുവാണെങ്കിൽ ഹിയ മാ യത്കല്ലം അയ്യ അഹദ് ലി അയ്യ അഹദ്, ലാ ആരോടും ഒരു പറയില്ല. ഓ സിർരി കുല്ലു. സിർ എന്ന് പറഞ്ഞാൽ എന്താ? സിറ് രഹസ്യം, സീക്രട്ട്, ലാ. അയ്യോ അന വരീഹ അയ്യ ഹാജ, ഞാൻ അവരെ എന്ത് കാണിച്ചാലും, ആ മറായി എന്ന് പറഞ്ഞാല് മിറർ കേട്ടോ, കണ്ണാടി എന്ത് കാണിച്ചാലും ഹിയ മാ വരീഹ അയ്യ ശൈലി അയ്യ വാഹിദ്, ഒരു ഒന്നും പുറത്ത് കാണിക്കൂല. സാഹ്. മിറ ആണോ മറായി ആണോ കണ്ണാടി? മിറ എന്നാണോ മറായി എന്നാണോ കണ്ണാടി? മറായി ആണ്. മിറാഴ് എന്നൊക്കെ നമ്മൾ പറയെങ്കിലും അൽ മറായി കമ്പനിയൊക്കെ അല്ലേ മിറായി. മറായി. اوكي. وهذا يعني لو മിറാത്ത്. ايش കണ്ണാടിക്ക് മിറാത്ത് എന്ന് പറയില്ലേ? മിറാറത്ത് ഒക്കെ ഉണ്ട്. മറായി എന്ന് അവര് കൂടുതൽ പറയാം. മിറാറ് എന്നും പറയും, മറായി എന്നും പറയും. തമാം. വിശ്വസിച്ച് ഏൽപ്പിക്കുന്നതാവുമ്പോ എങ്ങനെ പറയാ? വിശ്വസിച്ചേൽപ്പിക്കുന്നതിനാണ് അമാന പറയുന്നത്. അമാന മാത്രം മതി. അയ്യോ ബിൽ അംൻ എന്ന് പറയും. ബിൽ അംൻ. അത്തിലു ബിൽ അംൻ, വിശ്വസിച്ചേൽപ്പിച്ചോ. അത്തിലു ബിൽ അംൻ. അവിടെയൊക്കെ അംന എന്നാ യൂസ് ചെയ്യാം. വിശ്വസിക്കുക എന്നുള്ളതിന് പലതും ഉണ്ട്. സിദ്ഖ് വിശ്വാസമാണ്. പക്ഷെ അംന എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകാത്ത വിശ്വാസമാണ്. നമ്മളിലുള്ള എന്തും പുറത്ത് വിടാത്ത വിശ്വാസത്തെയാണ് അംന എന്ന് പറയാം. അത്തിലു ഹാദാ ബിൽ അംൻ, സത്യസന്ധതയോടുകൂടെ വിശ്വസിച്ചേൽപ്പിച്ചോ എന്ന് പറയാം. അപ്പൊ ഒരാളെ കുറിച്ച് പറയാം, ഹുവ സിദ്ഖ് വൽ അമാന, ഹുവ സിദ്ഖ്, ഹുവ സാദിഖ് വൽ അമീൻ എന്നും പറയും. ഹുവ സാദിഖ് വൽ അമീൻ എന്ന് വെച്ചാൽ സത്യസന്ധനാണെന്ന് പറയാം. ഒന്ന് സാദിഖ് എന്ന് പറഞ്ഞാൽ കളവ് പറയാത്ത, നല്ലതായിട്ട് പിന്നെ ഉള്ള ഒരു വ്യക്തിത്വം സാദിഖ്. അമീൻ എന്ന് പറഞ്ഞാൽ എന്തോ? വിശ്വസ്തൻ എന്ന് വെച്ചാല് എന്തും ഏൽപ്പിക്കാൻ പറ്റുന്നയാള് എന്ന രീതിയാണ്. ഇന്നത്തെ കാലത്ത് മഷിയാല് കിട്ടുമെന്നുള്ളതാണ് അങ്ങനത്തെ ആളുകൾ, അല്ലെ? അപ്പൊ അമീനും അമനും രണ്ടും സെയിം മീനിങ് ആണോ? ഏത്? അമീൻ എന്ന് പറഞ്ഞാൽ അല്ല, അമീൻ എന്ന് പറയുമ്പോ വിശ്വസ്തൻ, അമ്ന് എന്ന് പറയുമ്പോ വിശ്വസ്തയോടെ എന്നാണ്. ബിൽ അമ്ന്, വിശ്വസ്തയോടെ. ഓക്കെ. അമൻ എന്ന് പറയുമ്പോ എന്താ? ഏ അമൻ എന്ന് പറയുമ്പോ എന്താ? അമനോ? അമൻ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ എന്താണ് ഒരു അർത്ഥമല്ല. പ്രതീക്ഷ. അമല് എന്നാണ് പ്രതീക്ഷ. എല്ല് അല്ല അമൻ അമനാണ്. നൂന് അലിഫ് മീം നൂന്. അതെ, അമൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ എന്ന് തന്നെയാ. അതിൽ നിന്ന് തന്നെയാണ്.
പേരുണ്ട് അല്ലേ അമൻ? എന്റെ ഓ മോന്റെ പേരാ. അയ്യോ നഅം. വസ്സദ്ഖ് വൽ അമാന. അസ്സദ്ഖ് വൽ അമാന സത്യസന്ധത എന്നതാണ്. സിദ്ഖ് വൽ അമാന എന്ന് പറഞ്ഞാൽ സത്യസന്ധത. ഓക്കെ. ഇഹ്ഫളു അസ്സദ്ഖ് വൽ അമാന. നീ സത്യസന്ധത സൂക്ഷിക്കണം. ഇഹ്ഫളു ല്ലേ, സൂക്ഷിക്കൂ. ഇന്നത്തെ സെഷനിലെ കുറെ കാര്യങ്ങൾ ഉണ്ടാകുവേ. ഓക്കെ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇഖ്ലാസ് ആത്മാർത്ഥത. ആത്മാർത്ഥത അല്ലേ? ഡെഡിക്കേഷന് പറയാ മുഖ്ലിസ് എന്നാ. ഹുവ മുഖ്ലിസ്, ഹിയ മുഖ്ലിസ, ഹുവ മുഖ്ലിസ്. അദ്ദേഹം എന്താണ്? ഡെഡിക്കേറ്റഡ് ആണ്. നിങ്ങൾ വീഡിയോ ഓൺ ആക്കണം കേട്ടോ, കുറച്ചാളെങ്കിലും, എന്നാലും ശരിയാവും അല്ലേ? എന്റെയൊക്കെ ഉറക്ക് വളരെ കുറവാണ്. അപ്പൊ അതിലൂടെ ഇങ്ങനെ ഇരുട്ടത്ത് തപ്പിട്ട് പറയുമ്പോഴേ എന്താ പറഞ്ഞത്? പറ്റുന്നവരോട്ടോ, ഞാൻ നിർബന്ധിക്കല്ല. മാലിഷ്. എന്താണ് പറഞ്ഞേ? മാഷാ അല്ലാഹ്. ഹൈദർ, നിങ്ങൾ നമ്മുടെ മോർണിംഗിൽ ഇല്ലായിരുന്നോ? മോർണിംഗ് ഉണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ടാവും കാലം. ബേസിക്കല് നമ്മളാ പഴയ കാലം മോർണിംഗിലെ ചായയും കുടിച്ചിരിക്കുന്നത്. ഞാൻ ഡ്രൈവിംഗിലാവുന്ന സമയത്ത് വീട്ടിൽ ഓഫീസിലേക്ക് പോയിരുന്ന സമയമാവും എന്നും ഞങ്ങളെല്ലാവരും കൂടെ കൂട്ട് ഡ്രൈവർ എന്ന് വിളിച്ചിരുന്ന അവര്. അന്നത്തെ ക്വാളിറ്റി ഒരു വല്ലാത്ത ക്വാളിറ്റി ആയിരുന്നു എല്ലാവർക്കും. നമ്മളൊക്കെ സുബൈക്ക് 4:30 5:30 ഇരുന്നിങ്ങനെ ക്ലാസ്സുകൾക്ക് ഇല്ലാത്ത സംഭവമാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഇവിടെ ടൈം 6 മണിക്ക് 6:30 6:30. അതെ, സൗദിയിൽ 5:30. വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലേക്ക് വരുന്ന ടൈമാണ്. ആദ്യം തന്നെ എന്നെയാണ് കാണാറുള്ളത് അല്ലേ? കണി കാണുന്നത് നിങ്ങളെ. കണി കാണുന്നത്. അന്ന് പിന്നെ നമുക്ക് ഇത്ര സെറ്റപ്പ് ഒന്നുമില്ല. ചെയർ പോലും ഇല്ലാതെയാണ്, ഒരു ടേബിൾ പോലും ശരിക്കും ഇല്ലാതെയാണ് അന്നത്തെ കാലത്ത് നമ്മൾ. ഇന്നത്തെ പോലത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഒന്നുമില്ല. നല്ലൊരു ടേബിൾ പോലും ഒന്നില്ലായിരുന്നു എനിക്ക്. അതായത് മൊബൈല് മാത്രമാണ് ഉള്ളത്. ലാപ്ടോപ്പ് ഒക്കെ പിന്നെ നിങ്ങൾ തന്നെ സമ്മാനിച്ചതാണ്, സ്റ്റുഡൻസ് ഒക്കെ. അയ്യോ പക്ഷെ ആ കാലം നമ്മൾ വല്ലാത്തൊരു സംഭവമാണ്, അനുഭവപ്പെടും. മാഷാ അല്ലാഹ്. ഓക്കെ, തമാം. അടുത്തട്ടോ പോട്ടെ. അപ്പൊ ഇഖ്ലാസ് എന്നത് ആത്മാർത്ഥത എന്നാണ്, ഡെഡിക്കേഷൻ എന്നതാണ് ഇഖ്ലാസ്. മുഖ്ലിസ് എന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആള് എന്നുള്ളതാണ്. മുഖ്ലിസ്, ഹിയ മുഖ്ലിസ, ഹുവ മുഖ്ലിസ് ഫി തിജാറത്തു. കേൾക്കാറില്ല? ഇനി അങ്ങോട്ട് കേട്ടോ. ഹുവ മുഖ്ലിസ് ഫി തിജാറത്തു. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ വല്ലാത്ത ഡെഡിക്കേറ്റഡ് ആണ് അല്ലേ? ഹുവ മുഖ്ലിസ് ഫി തിജാറത്തു, ഹിയ മുഖ്ലിസ ഫി അമലിഹ. ഹിയ മുഖ്ലിസ, അവൾ ഡെഡിക്കേറ്റഡ് ആണ്. ഫി അമലിഹ, അവരുടെ വർക്കിൽ അല്ലേ? നഅം. ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടി ഒന്ന് പറയാമോ? ഹിയ മുഖലിസ, ഹിയ മുഖ്ലിസ ഫി അമലിഹ. അമല്, വർക്ക്. അമല് വർക്ക്. ഹിയ മുഖ്ലിസ ഫി അമലിഹ, ഹുവ മുഖ്ലിസ് ഫി തിജാറത്തു. لا المدرسة نجمة ما شاء الله هي مخلصة. لا مخلصة، نعم. ومين كلنا مخلصين، كلنا مخلصين. നമ്മളൊക്കെ എന്താണ്? ഡെഡിക്കേറ്റഡ് ആണ് അല്ലേ? ഫി മജാലിന, നമ്മുടെയൊക്കെ ഫീൽഡിൽ. മജാല് ഫീൽഡ്, ഫി മജാലിന, നമ്മുടെയൊക്കെ ഫീൽഡ്. ഇനി അടുത്തത് സത്യസന്ധതയും ബിലീവും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്ത് പറയണം? അക്സ് പറയണ്ടേ? കദ്ദാബ് അല്ലെ? കളവ് പറയുന്നയാള് കദ്ദാബ്. വല്ലാഹ് കദ്ദാബ്. കദിബ്, കദിബ് എന്ന് പറഞ്ഞാൽ എന്താ? കളവ് അല്ലേ? വല്ലാഹു ഹുവ കദ്ദാബ്. അങ്ങനെയൊന്നും ആരോട് പറയരുത് അല്ലേ?
ഞാൻ പറയാറുണ്ട് എന്താ ജസാബ് പറഞ്ഞെന്താ ജസാബ്? ജദ്ദാബ് എന്ന് പറയുന്നത് ചിലയിടത്തൊക്കെ കാക്ക് പകരം ജാ പറയും. അമാനിലും ഒക്കെ കാ എന്നതിന് പകരം ജാ ആക്കി പറയുന്നതാണ് ജദ്ദാബ് എന്ന്. അതാട്ടോ, കാ എന്ന് യൂസ് ചെയ്യില്ല ചില സ്ഥലങ്ങളിൽ. കാക്ക് പകരം ജാ യൂസ് ചെയ്യും. തമാം. നമ്മള് പറയുകയാണെങ്കിൽ അന വല്ല ഇൻതും കുല്ലുക്കും അഹ്സൻ മിന്നി, ഇൻതും കുല്ലുക്കും അഹ്സൻ മിന്നി അശാൻ അന മാ അഅരിഫു സിർറക്കും വഅന മാ അഅരിഫ് ഫിക്റക്കും ലക്കിൻ അന അഅരിഫു സിർരി വഅന അഅരിഫു ഫിക്രി ഫ ഇൻതും അഹ്സൻ മിന്നി. ഒരു വല്ലാത്ത വാക്കാത്. ഫഹിംതും? ഇൻതും കുല്ലുക്കും അഹ്സൻ മിന്നി, നിങ്ങളെല്ലാവരും എന്നെക്കാൾ നല്ലതാണ്. നല്ലവരാണ്. അശാൻ അനമാ അഅരിഫു സിർറക്കും, സിർറ് രഹസ്യം, സീക്രട്സ്, എനിക്ക് നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയില്ല. വഅന മാ അഅരിഫു ഫിക്റക്കും, എനിക്ക് നിങ്ങളുടെ ചിന്തകളും അറിയില്ല. ഫിക്ർ ചിന്തകൾ. ഓക്കെ, അന മാ അഅരിഫ് ഫിക്റക്കും ലക്കിൻ അന അഅരിഫു സിർരി, എനിക്ക് എന്റെ രഹസ്യങ്ങൾ അറിയാം. വഅന അഅരിഫു ഫിക്രി, എനിക്ക് എന്റെ ചിന്തകളും അറിയാം. വ ഇൻതും അഹ്സൻ മിന്നി, നിങ്ങളാണ് എന്നെക്കാളും നല്ലത്. കൈഫ് അന അസ്അലുക്കും, കൈഫ് അന അസ്അലുക്കും, എനിക്ക് നിങ്ങളോട് എങ്ങനെ ദേഷ്യപ്പെടാൻ കഴിയും. വകൈഫ് അന മാ അത്കല്ലമുക്കും, എനിക്ക് എങ്ങനെ നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ കഴിയും. വകൈഫ് അഖ്ദർ മാ അത്കല്ലമുക്കും, എനിക്ക് എങ്ങനെ നിങ്ങളോട് സംസാരിക്കാതിരിക്കാൻ കഴിയും. ലാ വല്ലാഹ് മാ നഖ്ദർ. എന്ന് പറഞ്ഞ എന്താണ്? അസ്അല അസ്അല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിങ്ങൾ പഠിച്ചത് അതല്ല, സഅലയാണ് സംസാരത്തിൽ പറയാം. അസ്സലുക്കും പറയുമ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ടു, ദേഷ്യപ്പെടുന്നു, ദേഷ്യപ്പെടും. അസ്അൽ ഞാൻ ദേഷ്യപ്പെടും. കൈഫ് അസ്അൽക്കും, ഞാൻ എങ്ങനെ നിങ്ങൾ ദേഷ്യപ്പെടും. അശാൻ ഇൻതും അഹ്സൻ മിന്നി, നിങ്ങളാണ് എന്നെക്കാളും ബെറ്റർ. അല്ലേ? വകൈഫ് അത്കല്ലമുക്കും വകൈഫ് ഉകല്ലിമുക്കും ബിദൂന തബസ്സും, പുഞ്ചിരിക്കാതെ എങ്ങനെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ കഴിയും. കൈഫ് അത്കല്ലമുക്കും ഔ ഉകല്ലിമുക്കും ബിദൂന തബസ്സും, പുഞ്ചിരിക്കാതെ എങ്ങനെ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ കഴിയും. ലാ വല്ലാഹ് മാ നഖ്ദർ, ലാ വല്ലാഹ് സത്യമായിട്ടും മാ നഖ്ദർ, നമുക്ക് കഴിയില്ല. അശാൻ ഫിദ് ദുനിയ കുല്ലുഹും ത്വയ്യിബീൻ കുല്ലുഹും അഹ്സൻ മിന്നി ഹത്താ അന മാ അഅരിഫുഹും, എനിക്ക് അവരെ അറിയാത്തിടത്തോളം ഹും അഹ്സൻ മിന്നി, അവരൊക്കെ എന്നെക്കാൾ ബെറ്ററാണ്. സഹ് വല്ലല? വഹാദ ഹിൽ കുല്ലുൽ മശാകിൽ, എല്ലാ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ ഇതാണ്. വഹാദ ഹിൽ, ഇതാണ് പരിഹാരം. ലികുല്ലി മശാകിൽ, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഇതാണ്. വഫക്കിറു കിദാ യാ ജമാഅ, ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ അഹ്സൻ ഹയാത്തിന, നമ്മുടെ ജീവിതം ഉഷാറാവും. അല്ലേ? ലൗ യസ്ദും വാഹിദ്, ലൗ യസ്ദുംനി വാഹിദ്, എന്നെ ഒരാള് മുട്ടി, എന്നെ ഒരാള് ഇടിച്ചു. മുംകിൻ ഹുവ ബിദൂൻ അംദൻ, ആൾ അറിയാതെ ആയിരിക്കാം. മുംകിൻ ഹുവ ബിദൂൻ അംദൻ, അദ്ദേഹം അത് അറിയാതെ ആയിരിക്കാം. ലക്കിൻ അന ഫക്കർത് ലീഷ് ഹുവ സ്വദംനി മുംകിൻ ഹുവ ബിഅംദൻ ഹാദാ, ആൾ അറിഞ്ഞുകൊണ്ടായിരിക്കും എന്ന് ഞാൻ കരുതാണ്. മുംകിൻ ലൗ ഉഫക്കിർ, ഞാൻ കരുതുവാണെങ്കിൽ, ലൗ ഉഫക്കിർ, ഞാൻ കരുതുവാണെങ്കിൽ, ഹുവ സ്വദംനി, അവൻ എന്നെ ഇടിച്ചത് ബിഅംദൻ, മനഃപൂർവ്വമാണ് എന്ന് ഞാൻ കരുതുവാണെങ്കിൽ, എന്ന് ഞാൻ കരുതുവാണെങ്കിൽ, ഹുവ യകുൻ മഈ ഫീ ബൈതി, ആൾ എന്റെ കൂടെ ഉണ്ടാവും വീട്ടില്. ഹുവ യകുൻ മഈ ഫീ ഖൽബി കുല്ലി യൗം ലക്കിൻ ഹാദാ ഹു ലി സ്വദംനി, എന്നെ ഇടിച്ചയാള് ഹുവ നസീ കുല്ലു, ആളെല്ലാം മറന്നിട്ടുണ്ടാവും. സ്വഹ് ഹുവ യകുൻ യൻസാ കുല്ലു ലക്കിൻ ഫീ ഖൽബി ഹുവ സ്വദംനി ബിഅംദൻ. ലീഷ് ഹാദാ ലാ ഗലط.
كل الدنيا أحسن مني عشان أنا أعرفني وأنا ما أعرفهم. എല്ലാരെയും എനിക്കറിയില്ല, പക്ഷെ എന്നെ അറിയാം, എനിക്ക് എന്നെ അറിയാം. وأحسنكم أنتم كلكم وأنا سيء جدا. ഞാനാണ് ഏറ്റവും മോശപ്പെട്ടയാള്. كلهم أحسن مني. അവരെല്ലാം എന്നേക്കാൾ ബെറ്ററാണ്. لو فكر كده كيف يكون؟ لو نفكر كده كيف يكون؟ നമ്മൾ ഇങ്ങനെ കരുതുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? كيف يكون؟ كيف يكون حياتنا؟ يعني انتم ليش صامتين؟ كيف يكون حياتنا؟ നമ്മുടെ ജീവിതം എങ്ങനെ ഉണ്ടാവും? അങ്ങനെ പറയും. لو نفكر كده يا أخ زمير، ما عندك كلمة؟ يا سيد أحمد هشام، ما عندك شيء يعني جواب؟ ആർക്കൊന്നും പറയാല്ലേ? ما فهمتم؟ എഴുതിയെടുക്കാൻ നോക്കി മുഴുവനായതുമില്ല. زي كده والله മതി. ഇത് എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ പിന്നെ ആ ഒഴുക്ക് കിട്ടൂല. അതാ يا استاذ، اذا فكر കംപ്ലീറ്റ് ആയി. افكر كل واحد زي كده والله احسن من اناء بالاخره. ايوه نعم اكيد. هذا يعني يصلح الدنيا كله صح. بعدين يصلح الدنيا كله. ليه؟ ഈ ഭൂമി തന്നെ ലോകം തന്നെ നന്നാവും. ومشاكلنا كثيرة وعندي مشاكل زيادة والله. عندي مشاكل زيادة وعلي ديون كثيرة عندي مشاكل زيادة. شو معنى؟ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. وعلي ديون كثيرة أكثر من عمري. എൻ്റെ വയസ്സിനേക്കാൾ കടങ്ങൾ എനിക്ക് ഉണ്ടാവാം. لكن وهذا مو حل وش اسمه لزعل لواحد أو اللي بدون تبسم. لا، هذا مو حل. شو معنى بدون التبسم؟ പുഞ്ചിരിക്കാതെ. بالزعل ദേഷ്യപ്പെട്ട്. يكون نجلس مش فايدة. നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ مش فايدة, അതിലൊന്നും കാര്യമില്ല. الحل من الرب. പടച്ചവനിൽ നിന്ന്, ജഗന്യന്താവിൽ നിന്നല്ലാതെ നമ്മളെ രക്ഷിക്കാൻ ഒരാൾക്കും കഴിയില്ല. സാഹ് പുഞ്ചിരിക്കാതെ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ബിദൂൻ പുഞ്ചിരിക്കാതെ. തബസ്സം പുഞ്ചിരി. തബസ്സം. ايوه اجمل الوجه بالتبسم يا جماعه. بالتبسم تبسم പുഞ്ചിരി. صح. اجمل الوجه بالتبسم. പുഞ്ചിരിക്കുന്ന മുഖമാണ് ഏറ്റവും സൗന്ദര്യമുള്ളത്. صح. വേറൊരു വാർത്തല്ല, മുബ്തസിർ. എന്താണ് മുബ്തസിമോ? എന്താ അങ്ങനെ ഒന്ന് മുബ്തസിം പറയാം. ചിരിക്കുന്ന ഫേസ്, അതന്നെ വജഹുൽ മുബ്തസിം. ബിദൂൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ആണോ? വിത്തൗട്ട് കേട്ടോ. ബിദൂൻ. ഓക്കെ. കദിബ് കളവ്. കദ്ദാബ് കള്ളൻ, കളവ് പറയുന്നയാള്. അല്ലേ? തമാം. കഴിഞ്ഞ ആഴ്ച സാറ് ഇതിന്റെ റെക്കോർഡൊന്ന് വേഗം അയച്ചു തരുകയാണെങ്കിൽ ഒരു ഓർമ്മയിലുണ്ടാവും എന്താണല്ലോ. വൈകിട്ടൊക്കെ ആവുമ്പോ വേഗത്തില് റെക്കോർഡ് ഒന്ന് അയക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയാം. അപ്പൊ കുറച്ച് ഓർമ്മ ഉണ്ടാവും. ഇതൊക്കെ തന്നെ ആയിരിക്കും ടോപ്പിക് കേട്ടോ. ഇന്നത്തെ 3 സെഷനും ഇതൊക്കെ തന്നെ ആയിരിക്കും. സെയിം കരിമാത്താവൂലല്ലോ. സെയിം ആക്കിയാലേ ശരിയാവുള്ളൂ. ഓക്കെ. കദിബ് എന്താണ്? കളവ്. കളവ് പറയുന്നത്. ايوه انا ما اكذب. كذب يكذب. انا ما اكذب ابدا. ഞാൻ ഒരിക്കലും കളവ് പറയില്ല. انا ما اكذب ابدا. അബദൻ എന്നത് നെവർ, ഒരിക്കലും ഇല്ല എന്നത് അല്ലേ? انا ما اكذب ابدا. ഞാൻ ഒരിക്കലും കളവ് പറയില്ല ഇൻഷാ അല്ലാഹ്. വഹാദ ഖറാറി. ഇതെന്റെ തീരുമാനമാണ് എന്നൊക്കെ പറയാം. ഖറാറ് തീരുമാനം. തീരുമാനത്തിന് ഖറാർ എന്നാ പറയാം. നമ്മൾ കരാർ എഴുതാറില്ലേ, കരാർ പത്രം, അത് അതിൽ നിന്ന് ഒന്നാണ് ഖറാറി.
തമാം. കററ എന്ന് പറയുമ്പോ തീരുമാനിച്ചു. ലാ തക്ദിബ് അലയ്യ. കദബ യക്ദിബ് അല്ലേ പറയാ? കദബ യക്ദിബ് ആണ് അല്ലേ? കദിബ യക്ദബ് അല്ല, കദബ യക്ദിബ്. ഓക്കെ. ലാ തക്ദിബ്നി, ലാ തക്ദിബ് അലയ്യ എന്ന് പറയും. ലാ തക്ദിബ് അലയ്യ, എന്നോട് കളവ് പറയരുത്. അവിടെ നീ പറയില്ല, അലയ്യ. ലാ തക്ദിബ് അലയ്യ, ലേഡിയോട് ലാ തക്ദിബി അലയ്യ ലോ സമഹ്ത്, ദയവായി എന്നോട് കളവ് പറയല്ല. ലാ തക്ദിബ് അലയ്യ, ലാ തക്ദിബി അലയ്യ. അദ്ദേഹത്തിന്റെ സ്പോൺസർ സത്യസന്ധനാണെന്ന് അങ്ങനെ പറയും. കഫീലു കഫീലു അമീൻ. صديق. അമീൻ. കഫീലു അമീൻ. അയ്യോ, കഫീലു സ്വാദിഖ് അല്ലെ? സത്യസന്ധന് സ്വാദിഖ്. അമീൻ എന്ന് പറയുമ്പോ ഒരു വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുന്ന ആളെന്നുള്ള ആൾക്കാണ് അമീൻ പറയാം. സ്വാദിഖ്. ഓക്കെ, നമ്മൾ ഇനി ഒരു ചരിത്രം പറയാൻ പോവാണ്. നിങ്ങളുണ്ടോ കൂടെ? അസ്വദഖ് വൽ അമാന, സത്യസന്ധതയും വിശ്വസ്തതയും. ഇത് ഈ പറയുന്ന മാറ്ററേ നമ്മള് ഈ ഫ്ലുവൻസിയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം കേട്ടോ. ഓക്കെ, തമാം. ഇതിന്റെ മാറ്റർ ഒന്നും പുറത്തേക്ക് കൊടുക്കരുത് കേട്ടോ. അസ്വദഖ് വൽ അമാന, സത്യസന്ധതയും വിശ്വസ്തതയും. ഓക്കെ, ഹോണസ്റ്റി ആൻഡ് ലോയാലിറ്റി. അസ്വദഖ് വൽ അമാന മിൻ അഹമ്മ മഹാസിൻ. മിൻ അഹമ്മ എന്ന് പറഞ്ഞാൽ എന്താ? അഹമ്മ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. മിൻ അഹമ്മു മഹാസിനു അഖ്ലാഖുൽ ഇൻസാൻ. മിൻ അഹം, ഏറ്റവും ഇമ്പോർട്ടന്റിൽ പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതിൽ പെട്ടതാണ് മഹാസിനു അഖ്ലാഖുൽ ഇൻസാൻ. മഹാസിൻ എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ എന്നാണ്. മഹാസിൻ എന്താ പറയാ? മഹാസിൻ മഹാസിൻ ഗുണങ്ങൾ. മഹാസിൻ അഖ്ലാഖുൽ ഇൻസാൻ. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വഭാവങ്ങൾ അല്ലെ? സ്വഭാവം. അഖ്ലാഖ് സ്വഭാവങ്ങൾ, ഖുലുഖ് സ്വഭാവം, അഖ്ലാഖ് സ്വഭാവ ഗുണങ്ങൾ എന്നൊക്കെ പറയും. ഉസ്ലൂബ് എന്ന് പറഞ്ഞൂടെ? ഉസ്ലൂബ് ഉസ്ലൂബ് പറയാറുണ്ട് അല്ലെ? ശരി. ശൈലി. അത് പക്ഷെ ശൈലി ഒക്കെ അല്ലേ? ശൈലിയും. ഇനി ആദത്ത് എന്ന് പറയാം. ആദത്ത് എന്ന ശീലം എന്നാണ്. ആദത്തി, എന്റെ ശീലമാണ്, ഹാബിറ്റ്. സ്വഭാവം എന്നത് അഖ്ലാഖ് തന്നെ പറയാം. അത് അഖ്ലാഖി എന്ന് പറയും. അഖ്ലാഖുൽ ഇൻസാൻ അല്ലെ? മനുഷ്യ സ്വഭാവ ഗുണങ്ങളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? സത്യസന്ധതയും വിശ്വസ്തതയും. ആണോ? അഖ്ലാഖ് ഉൻ ഇൻസാൻ ആണോ? അഖ്ലാഖുൽ ഇൻസാൻ, ഇൻസാൻ എന്ന് പറയുമ്പോ പീപ്പിൾസ്, മനുഷ്യൻ. അഖ്ലാഖൽ ഇൻസാൻ. ഒന്നും കൂടെ പറയാം. അസ്വദഖ് വൽ അമാന, അസ്വദഖ് വൽ അമാന മിൻ അഹമ്മു മഹാസിനു അഖ്ലാഖുൽ ഇൻസാൻ. അയ്വാ, നഅം. ഷു മഹാസിൻ ഇൻദക് എന്ന് ചോദിക്കും. ഷു മഹാസിൻ ഖാസ് ഇൻദക്, നിന്റെ അടുത്ത് എന്ത് പ്രത്യേക ഗുണമുള്ള, എന്ത് ഗുണങ്ങളാണ് എനിക്കുള്ള? ഷു മഹാസിൻ ഇൻദക് ഖാസ്, സ്പെഷ്യൽ ആയിട്ട് എന്ത് ഗുണമാണ് എനിക്കുള്ളത്? ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. സിദ്ഖ് വല്ലാഹ്, എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ സിദ്ഖ് വല്ലാഹ്, സത്യാണോ? സത്യാണോ അല്ലേ? സിദ്ഖ് വല്ലാഹ്, ഇറ്റ് ഇസ് ട്രൂ അല്ലേ? ഇസ് ഇറ്റ് ട്രൂ, ഇത് ശരിയാണോ, സത്യാണോ? സിദ്ഖ് വല്ലാഹ്, സിദ്ഖ് വല്ലാഹ്. അപ്പൊ ആൻസർ എന്ന് പറയും ഐ വല്ലാഹ് സിദ്ഖ് യാ അഖി, ഐ വല്ലാഹ് സിദ്ഖ്, സത്യം അല്ലേ? ഐ വല്ലാഹ് സിദ്ഖ്. എനിക്കറിയാം താങ്കൾ ഒരു സത്യസന്ധനാണെന്ന്, അങ്ങനെ പറയും. അന അരിഫ് أنا أعرف أنت صادق، والله أنا أعرف أنت صادق.
أنا أعرف أنت صادق. طيب أنا أعرف أنت صادق. أنا أعرف والله അങ്ങനെയും പറയാം അല്ലേ? أنا أعرف والله أنت صادق يا عم معروف. وقت صديجة ندلو لا 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 يا أيوة يا شيخ نجمة. അത് പക്ഷെ ലേഡിയോടാണെങ്കിൽ ഇൻതി ആണെങ്കിലോ ഇൻതി انت صادقة. സ്വാദിഖ എന്ന് പറയണം ട്ടോ. ഇൻതി സ്വാദിഖ. അയ്യോ നഅം. ഇത് സത്യസന്ധമായ കാര്യമാണ് എന്ന് പറയാൻ വല്ലാഹ് ഹാദാ സിദ്ഖ്. വല്ലാഹ് ഹാദാ സിദ്ഖ്. സത്യമായിട്ടുള്ള കാര്യമാണ്. വല്ലാഹ് ഹാദാ സിദ്ഖ്. عشان أنا صادق. عشان أنا صادقة. عشان أنا صادق. عشان أنا صادقة. نعم. മുതഅക്കിദ് കൺഫേം എന്നല്ലേ? കൺഫേം എന്നാണ്. മുതഅക്കിദ് കൺഫേം. മുതഅക്കിദ് മുതഅക്കിദ കൺഫേം ആണോ? കലാമക് സാദിഖ്. കലാമക് സദഖ്. നിന്റെ സംസാരം സത്യമാണ്. കലാമക് സദഖ്. ഇത് നമ്മൾ നല്ല വാക്കുകൾ കേട്ടാലും പറയട്ടോ കലാമക് സദഖ്. നല്ലത് എന്തെങ്കിലും സന്തോഷ വാർത്ത പറയുമ്പോൾ കലാമക് സദഖ് സൗണ്ട്സ് നൈസ് എന്ന് പറയില്ലേ? ആ ശൈലി. കലാമക് സദഖ്. തമാം. ഓക്കെ. എനിക്ക് വിശ്വാസമല്ല എന്നങ്ങനെ പറയും? നീ പറഞ്ഞത് എനിക്ക് വിശ്വാസമല്ല. أنا ما أصدق. أنا ما مصدق. أنا ما مصدق. അവിടെ ഇവർ പറയുന്ന ശൈലിയുണ്ട്. മാനി മുസദ്ദിഖ്. മാനി മുസദ്ദിഖ്. മാ അന മുസദ്ദിഖ് എന്നതിന് മാനി മുസദ്ദിഖ്. ലേഡി ആണെങ്കിലോ മാനി മുസദ്ദിഖ. മാനി മുസദ്ദിഖ്. മാനി മുസദ്ദിഖ. എനിക്കത് വിശ്വാസമില്ല. മാനി മുസദ്ദിഖ വല്ലാഹ്. ഇതൊക്കെ ഭയങ്കര രസാട്ടോ ഈ ശൈലിയൊക്കെ പറയുന്നതേ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും ഇവരിങ്ങനെയൊക്കെ പറയുന്നത്. ഇത് എന്താ സംഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല അല്ലേ? ഉണ്ടോ? കേട്ടണ? സാറേ സിദുക്കും മുസദ്ദിഖും പറയുമ്പോ മുസദ്ദിഖ് എന്ന് പറയുമ്പോ അതെന്താ? സിദ്ഖ് എന്ന് സത്യസന്ധം എന്നാണ്. മുസദ്ദിഖ് എന്ന് പറയുമ്പോ ഞാൻ എന്തായി ഇസ്മ മഫ്ഊൽ എന്ന് പറയും. വിശ്വസിക്കപ്പെടുന്നയാള് എന്നുള്ളത്. പ്രതീക. അനമാനി മുസദ്ദിഖ്. അനമാനി മുസദ്ദിഖ. എനിക്ക് വിശ്വാസമില്ല. എന്റെ ഇസ്മ ഫായിൽ എന്താണ്? സ്വാദിഖ്. സ്വദഖ സ്വാദിഖ്. അപ്പൊ ശ്രദ്ധക്ക് അവിടെ ശ്രദ്ധ വന്നിട്ടുള്ള ദാലല്ലേ വരുന്നത്? അതെ. സ്വദഖന്റേത് ഇസ്മ ഫായിലാണ് മുസദ്ദിഖ്. ശരിയാണ്. ഇസ്മ ഫായിലാണ് മുസദ്ദിഖ്. മുക്കല്ലിം. സഹീഹ്. മുസദ്ദഖ് എന്ന് പറയണം മഫ്ഊലാവണമെങ്കിൽ. എനിക്ക് വിശ്വാസം ഉണ്ട് എന്ന് എങ്ങനെയാ സാറേ പറയാ? അന മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ മതി. അന മുസദ്ദിഖ്. വിശ്വാസമുണ്ട്. അന മുസദ്ദിഖ എന്നാവട്ടോ പറയുമ്പോ അന മുസദ്ദിഖ. ഇപ്പൊ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാന് മാനി മുസദ്ദിഖ ആണോ മാനി മുസദ്ദിഖ. അന മാ മുസദ്ദിഖ എന്നും മാനി മുസദ്ദിഖ രണ്ടും പറയാം. ബെറ്റർ മാനി മുസദ്ദിഖ. രണ്ടും പറയാം അല്ലെ? മാനി മുസദ്ദിഖ എന്ന് പറഞ്ഞാൽ പിന്നെ അവര് അറബിയാക്കി മാറ്റും. നമ്മളെ അറബികൾ മാത്രമേ അത് പറയൂ. മാനി പല സ്ഥലത്തും കണ്ടു. അതാണ് മാനി മുസദ്ദിഖ. ഇനി എന്താ നീ എന്നെ വിശ്വസിക്കാത്ത എന്നെങ്ങനെ ചോദിക്കും? എന്താ നീ എന്നെ വിശ്വസിക്കാത്ത? ليش انت ما صدقني. ما تقدر تصدقني. لا ليش ما تصدقني. ليش ما تصدق. صدق يصدق നാട്ടോ. കല്ലമ യുകല്ലിം പോലെ. صدق يصدق വിശ്വസിപ്പിക്കാം. എങ്ങനെ പറയും? ലേഷ് മാ തുസദ്ദിഖ്നി. എന്താ എന്നെ വിശ്വസിക്കാത്തെ? ചില സമയത്ത് മുന്നേ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയണെങ്കിൽ അഹ്യാനൻ മാ ഉസദ്ദിഖുക അഹ്യാനൻ. മാ ഉസദ്ദിഖുക അഹ്യാനൻ. മാ ഉസദ്ദിഖുക അഹ്യാനൻ. അവിടെ കുക്ക് എന്നൊന്നും പറയില്ല, കക്ക് എന്നേ കേൾക്കുള്ളൂ. ഉസദ്ദിഖുക. മാ ഉസദ്ദിഖുക അഹ്യാനൻ. ലേഷ്
മാ തുസദ്ദിഖിനി. ഇതൊക്കെ നമ്മൾ ലേഡീസിനോട് പറയുമ്പോ ലേഷ് മാ തുസദ്ദിഖീനി എന്നാവും കേട്ടോ. തുസദ്ദിഖീനി, ലേഷ് മാ തുസദ്ദിഖീനി. ഒരാളും ഇതൊന്നും വിശ്വസിക്കൂല എന്നേ. അങ്ങനെ പറയും, ഇതൊന്നും ഒരാളും വിശ്വസിക്കൂല. അങ്ങനെ പറയാം. നമ്മൾ ആര് എന്ന് തീരുമാനമാവാത്തതിലൊക്കെ വെർബിന്റെ അല്ലേ, അത് പ്രസന്റ് മുതാരി ആയാലും മാദി ആയാലും ഏതെടുക്കുക? അവന്റെ പ്രയോഗം എടുക്കുക. അവൻ എന്നതാണ് എടുക്കുക. ഓക്കെ, ഇവിടെ ആരും തീരുമാനമായില്ല, ആരും വിശ്വസിക്കില്ല എന്നാണ്. അപ്പൊ എന്ന് പറയും ഇതൊന്നും ആരും വിശ്വസിക്കില്ല. പറഞ്ഞോട്ടോ, പറയാതെ പ്രശ്നമാണ്. ഇതൊന്നും കിട്ടൂല നമുക്ക്. എന്താ പറയുന്നത്? هذا أحد. والله هذا ما يصدق أحد. والله هذا ما يصدق أحد. ما يصدق أحد. You ആണ് يصدق. ഞാനത് വിശ്വസിച്ചു. صدق صدقت صدقوا صدقت صدقت والله صدقت اللي قلت. നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. صدقت اللي قلت. നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. صدقت اللي قلت. നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. صدقت. ഇനി ഏറ്റവും രസമുള്ളത് അഡ്ജസ്റ്റ് ചെയ്തതിന് മുസദ്ദിഖ് എന്നാ പറയാ. അഡ്ജസ്റ്റ് ചെയ്തതിനും മുസദ്ദിഖ് എന്നാണ് പറയാ. ഹാദാ മുസദ്ദിഖ് മിൻ വിസാറ. വളരെ പ്രധാനപ്പെട്ടതാട്ടോ ഇന്നത്തെ സെഷൻ, ശ്രദ്ധിക്കണേ. ഹാദാ മുസദ്ദിഖ് മിൻ വിസാറ. ഇത് മിനിസ്ട്രിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, ഹാദാ മുസദ്ദിഖ് മിനൽ വിസാറ. ഇത് മിനിസ്ട്രിയിൽ നിന്ന് അറ്റസ്റ്റേഷൻ ചെയ്തതാണ്. തമാം. അറ്റസ്റ്റേഷൻ ചെയ്യണം എന്ന് പറയാൻ തസ്ദീഖ് എന്നാ പറയേണ്ടത്. തസ്ദീഖ് ഹാദാ, ഇത് അറ്റസ്റ്റ് ചെയ്യണം. തസ്ദീഖ് മിൻ വിസാറ. വിസാറയിൽ നിന്ന്, മിനിസ്ട്രിയിൽ നിന്ന് അറ്റസ്റ്റ് ചെയ്യണം. തസ്ദീഖ്. ഓക്കെ, അറ്റസ്റ്റിന് മാത്രം തസ്ദീഖ് എന്ന് പറഞ്ഞാൽ അറ്റസ്റ്റഡ് ആണ് എന്നാണ്, അറ്റസ്റ്റ് ചെയ്തത്. തസ്ദീഖ് എന്നത് അറ്റസ്റ്റേഷൻ, അറ്റസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. തസ്ദീഖ്. ഇനി നമ്മൾ പറയില്ലേ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത്? അവിടെ യഹ്താജ് എന്നല്ല പറയാ. എന്തൊക്കെയാണ് അവർ തേടുന്നത് പറയും. റിക്വയർഡ്. ത്വലബ യത്ലുബിന് മത്ലൂബ് എന്ന് പറയും അല്ലെ. എന്തൊക്കെയാണ് റിക്വയർഡ് ചെയ്യുന്നത്? എങ്ങനെ പറയും? ഷൂ അല്ലെങ്കിൽ വൂഷിൽ മുസ്തനദാത്ത്. മുസ്തനദാത്ത് എന്ന് പറയുമ്പോൾ ഡോക്യുമെന്റ്സിന് പറയുന്നതാണ്. മുസ്തനദാത്ത് വൂഷ് മുസ്തനദാത്ത് മത്ലൂബ. വൂഷ് മുസ്തനദാത്ത് മത്ലൂബ. വൂഷ് മുസ്തനദാത്ത് മത്ലൂബ. നമ്മൾ ഈ ഐഡിയ ഒക്കെ റിന്യൂവലിന് കൊടുക്കുമ്പോഴൊക്കെ സ്പോൺസേഴ്സിനോടൊക്കെ ചോദിക്കാം, വൂഷ് മുസ്തനദാത്തുൽ മത്ലൂബ യാ ഷേഖ്. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത് ഒന്ന് പറഞ്ഞേ. എങ്ങനെ പറയും? മത്ലൂബ മത്ലൂബ. ഉഖ്തി സദിഖ എങ്ങനെ പറയാം? വൂഷ് മുസ്തനദാത്ത്. മുസ്തനദാത്ത് മത്ലൂബ.
അപ്പൊ റിക്വയർഡ് ആവശ്യമുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതായത് റിക്വയർഡ് ആവശ്യമായിട്ടുണ്ട്. എന്താ ആവശ്യം? മിനിസ്ട്രിയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് അങ്ങനെ പറയും. മത്ലൂബ എന്ന് തന്നെ പറയാം. ഷഹാദ അല്ലെ? സർട്ടിഫിക്കറ്റിന് എന്താ പറയാ? ഷഹാദ. ഷഹാദത്ത് മുസദ്ദിഖ് മിൻ വിസാറ. ഷഹാദ മുസദ്ദിഖ് മിൻ വിസാറ. ഷഹാദ മുസദ്ദിഖ് മിൻ വിസാറ. മത്ലൂബ ഷഹാദ മുസദ്ദിഖ് മിൻ വിസാറ. ഓക്കെ, ഇനി നമ്മള് താങ്കൾ മുസ്തനദാത്തിന്റെ ഔറാഖ് എന്ന് പറഞ്ഞേ. ഔറാഖ് എന്നും പറയാം, പക്ഷെ ഒന്നും കൂടെ ബെസ്റ്റ് നമുക്ക് മുസ്തനദാത്ത് തന്നെയാണ്. ഔറാഖ് എന്ന് പറയുമ്പോ പേപ്പേഴ്സ് എന്നുള്ള മീനിങ് ഉണ്ടല്ലോ. مطلوب الشهادة مصدق من وزارة. ايوه مطلوبة شهادة مصدق. اوكي تمام. ഓക്കെ ആണോ? നിങ്ങള് സൈലന്റ് ആട്ടോ. സൈലന്റ് ആണ് എനിക്ക് പേടി. സർട്ടിഫിക്കറ്റ് ക്ലാസ് കഴിയുമ്പോ തന്നെ ഇതിന്റെ റെക്കോർഡ് വീഡിയോ അയച്ചു തരാം സാർ. അതിന്റെ റെക്കോർഡ് വീഡിയോ അയച്ചു തരാം. പക്ഷെ നിങ്ങൾ പറയണം കേട്ടോ, ആരോടെങ്കിലും ഇത് പറയണം, ഗ്രൂപ്പിലെങ്കിലും പറയണം കേട്ടോ. നമുക്ക് കിട്ടിയാലേ ഗോളി ഇല്ലാത്ത പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചാലും കുഴപ്പമില്ല, പറയാന്നുള്ളതാണ്. തമാം. ഒരു മണിക്കൂറാവും ഇതിന്റെ റെക്കോർഡ് കിട്ടാൻ വേണ്ടിട്ട്. അത് കിട്ടിയാൽ ഞാൻ ഉടനെ അയക്കാം കേട്ടോ. എന്റെ അതിലേക്ക് അയച്ചാ പോരെ, നമ്മുടെ ഇതില് ചാനൽ ഇട്ടാ പോരെ വാട്സപ്പിന്റെ? അതാകുമ്പോ നിങ്ങൾക്ക് തിരയാതെ കിട്ടും, അതുകൊണ്ടാണ്. തമാം. അപ്പൊ ഇത് അഡ്ജസ്റ്റ് ചെയ്തതാണെന്ന് എങ്ങനെ പറയും? അഡ്ജസ്റ്റഡ് എന്നുള്ളതിന് മുസദ്ദിഖ് അല്ലെ? ഷഹാദ അല്ലെങ്കിൽ മുസദ്ദിഖ് മിൻ വിസാറ. ഹാദ ഷഹാദ മുസദ്ദിഖ് മിൻ വിസാറ. ഇത് അഡ്ജസ്റ്റഡ് ആണ്. هذا مصدق من وزارة. مطلوب الشهادة مصدق من وزارة. നമ്മള് എത്ര സമയം എടുക്കും എന്നതിന് കം യഖുദ് വഖ്ത് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? കം യഖുദ് വഖ്ത്, എത്ര ടൈം എടുക്കും. നമ്മളെ ഇപ്പോ ഇന്ന് മുതൽ നമ്മൾ ഇവിടെ പഠിക്കുന്നത് അഡ്വാൻസ് ആണ് കേട്ടോ. അഡ്വാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതിന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ പറയുന്നു, ഹാദാ ബിൽ അമാന. നോട്ട് എന്താവരുത്, ഔട്ട് പോകരുത്. തമാം. എന്ന് വെച്ചാല് മനസ്സിലായില്ലേ എന്താ ഉദ്ദേശിച്ചെന്ന് അല്ലേ? നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ, അതുകൊണ്ടെല്ലാം പറയാലോ അല്ലേ? സാഹ്, എന്താ ഉദ്ദേശിച്ച മനസ്സിലായല്ലോ അല്ലെ? ഇല്ലേ? അല്ലെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതിന് വിരോധമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇതേ പ്രിന്റ് ഔട്ട് പുറത്തേക്ക് പോകരുതെന്നേ ഉള്ളൂ. പഠിച്ചത് പറഞ്ഞു കൊടുക്കണം, തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം. നമുക്ക് അറിവുള്ളതെല്ലാം പറഞ്ഞു കൊടുക്കണം. പക്ഷെ അത് ഇതന്നെ കോപ്പി പേസ്റ്റ് എടുക്കുമ്പോൾ പിന്നെ അത് ഇതിനോട് ചെയ്യുന്ന വഞ്ചനയാവില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. നമ്മുടേതായ ശൈലിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, തമാം. അതിന് എന്ത് പറയുന്ന അറിയോ? യസ്തഗ്രിഖ് എന്ന് പറയും. യസ്തഗ്രിഖ്. ഇസ്തഗ്റഖ എന്താണ്? സമയം തേടുക എന്നൊക്കെ പറയും. സമയമായി ബന്ധപ്പെട്ടിട്ടാണ് അത് യൂസ് ചെയ്യുക. ഇസ്തഗ്റഖ യസ്തഗ്രിഖ്. ഓക്കെ, എന്താ പറഞ്ഞെന്നറിയോ? എത്ര ടൈം എടുക്കുമെന്ന് ചോദിക്കാൻ. കം യസ്തഗ്രിഖ് വഖ്ത്. കം യസ്തഗ്രിഖ്. ഗൈർ എന്നുള്ള ഗായ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നോട്ട് ചെയ്യണമെങ്കിൽ പറയണം. നോട്ട് ചെയ്യണോ? നോട്ട് ചെയ്യണം സാറേ. ഇത് നമ്മളെ ഒരു സംഭവത്തിനെ റെഡിയാക്കാൻ ടൈം എടുക്കും എന്നൊക്കെ പറയുന്നതിനാണ് ഇസ്തഗ്റഖയുടെ പ്രയോഗം യൂസ് ചെയ്യുക കേട്ടോ. യസ്തഗ്രിഖ് ഇസ്തഗ്റഖ് എന്ന് പറഞ്ഞ പാസ്റ്റ് ആയി. ഇസ്തഗ്റഖ് വഖ്ത് സിയാദ.
ഒരുപാട് ടൈം എടുത്തു. ഇസ്തഗ്റഖ് വഖ്ത് സിയാദ. യസ്തഗ്രിഖ് പ്രസന്റ് ആയി. കം ഞാൻ ചാർജിലിടാം കേട്ടോ. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കണേ, ഒരു വിഷയമില്ല കേട്ടോ. പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയും എന്തും ചെയ്യാം. ഓക്കെ. യസ്തഗ്രിഖ് വഖ്ത്. കം യസ്തഗ്രിഖ് വഖ്ത്. ഇത് എത്ര? യാഹുസിന് പകരം ഉപയോഗിക്കുന്നത് യഹുദിന് പകരം ഏറ്റവും നല്ല ശൈലിയായത്. നമ്മളൊരു കസ്റ്റമറോടൊക്കെ ഇത് പറയുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്ന് പറയുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ കേട്ടോ. നല്ല പ്രയോഗം അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ലോ ലെവൽ കഴിഞ്ഞു, ഹൈ ലെവലിലേക്ക് നമ്മളൊന്ന് പോയി നോക്കാം. പക്ഷെ നിങ്ങൾ എന്റെ കൂടെ പരമാവധി നിൽക്കണം കേട്ടോ. അങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന എനിക്ക് പേടിയാ. കാരണം നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇവിടം വരെ ഇങ്ങനെ തങ്ങി നിൽക്കും, ഒരക്ഷരം പുറത്തേക്ക് വരില്ല. ഈ എന്തോ കറക്കൊക്കെ പഠിച്ചിരുന്നു, എല്ലാം മറന്നു എന്ന് പറയും. അതാണ്ടാവുക. നോട്ട് ചെയ്യണം സാർ എല്ലാരും. അല്ല, നോട്ട് ചെയ്യണം. നോട്ട് ചെയ്യാ ഇപ്പോ, പക്ഷെ പിന്നെ പറയണം കേട്ടോ. ഇന്ന് ഇത് അവതരിപ്പിക്കണം. ഓക്കെ. يستغرق وقت طويلة. يستغرق وقت زيادة അല്ലെങ്കിൽ وقت طويل. طويلة എന്നൊന്നും പറയില്ല, طويل. يستغرق وقت طويل. ദീർഘസമയം എടുക്കും എന്നത്. ദഖീഖമില്ല. അവർക്ക് 2 ടാസ്ക് കൊടുക്കണം. ഒന്ന് നമ്പേഴ്സ്, ഡേയ്സ്, പിന്നെ മാവി. ഓക്കെ, രണ്ടും നമുക്ക് റെഡി ആണല്ലോ. പിന്നെ 14 ഒരു സ്റ്റോറിയാണ്, മെഡിക്കൽ സ്റ്റോറിയാണ്. അത് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ യസ്തഗ്രിഖ് വഖ്ത് റെഡിയാണോ? കിട്ടുന്നില്ല പറയാൻ? സാർ, നീ എത്ര സമയം എടുക്കും എങ്ങനെയാ ചോദിക്കുക? നീ എത്ര സമയം എടുക്കും? എന്തിനാണ് സമയം എടുക്കുക? എന്തിനു വേണ്ടി? തസ്തഗരിക് എന്ന് പറയോ? തസ്തഗരിക് ആവില്ലേ അത്? ഇല്ല, വക്തുമായിട്ടാണ് ബന്ധം. നീ എടുക്കുമെന്നല്ല. ഓക്കെ ടൈമുമായിട്ടുള്ളതാണ് യസ്തഗ്രിഖ് പറയുന്നത്. അല്ലെങ്കിൽ ആ സംഭവം റെഡിയാക്കാൻ എത്ര ടൈം എടുക്കും എന്നൊക്കെയുള്ള ശൈലിയാ. ഫുഡ് റെഡിയാക്കാൻ, ഫുഡ് കുക്ക് ചെയ്യാൻ, ഈ സംഭവം എനിക്ക് റെഡിയാക്കി തരാൻ എത്ര ടൈം എടുക്കും എന്നൊക്കെ പറയില്ലേ, അതിനാണ് ഇത് യൂസ് ചെയ്യാം. മറ്റേതാ അഹദാണെങ്കിൽ നമ്മളവിടെ തായും യാവും മാറുമോ? ഇല്ല, അപ്പോഴും മാറില്ലല്ലോ. വക്ത് എന്ന് ചോദിക്കുക, ഇനി എത്ര ടൈം എടുക്കുമെന്ന്. അവിടെ ടൈമല്ലേ കണക്ഷൻ. തമാം, ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ പറയാം. ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കിട്ടാൻ എത്ര ടൈം എടുക്കും എന്ന് ചോദിക്കാം. ഓക്കെ, لتصديق الشهادة. تصديق شهادة. لتصديق شهادة. كم يستغرق وقت لتصديق അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷഹാദ സർട്ടിഫിക്കറ്റ്. തസ്ദീഖ് ആണോ സാറേ അത്? തസ്ദീഖ്, സദ്ദഖ എന്ന് പറഞ്ഞില്ലേ? തസ്ദീഖ് അറ്റസ്റ്റേഷൻ. തസ്ദീഖ്. ഓക്കെ സാർ, അപ്പൊ സെക്കൻഡ് പേഴ്സണോട് പറയുമ്പോ തസ്താരിക് ആക്കണ്ട?
യസ്തഗ്രിഖ് യുവുമായിട്ട് ഒരു ബന്ധമില്ല, നീയുമായിട്ട്. അവിടെ വക്തുമായിട്ട് സമയമായിട്ടാണ് യസ്തഗ്രിഖ് പോണേ. നീ അല്ല എടുക്കുമെന്നല്ലല്ലോ ചോദിച്ചേ, നീ ടൈം എത്ര ഒന്ന് എടുക്കുന്നല്ലേ ചോദിച്ചേ, ടൈം എടുക്കുമെന്നതാണ്. ആ മനസ്സിലായില്ല? അല്ല അപ്പോ തസ്തൈരിക്ക് വെച്ചിട്ട് ഒരു സെന്റൻസ് പറയോ? തസ്തഗ്രിഖ് വെച്ച് പറയാൻ പറ്റില്ല, അവിടെ തഖുദ് എന്നേ പറയാൻ പറ്റുള്ളൂ. നീ എടുത്തത് എത്രയാന്ന് ചോദിക്കാൻ തഖുദ്. നിങ്ങളുടെ ഇതിലേക്ക് കാർട്ടൺ ബോക്സ് ഉണ്ടാ? ഇല്ല. എന്താ കേട്ടില്ല ഉഖ്ത് ഫൈറൂസ്? ടൈമിനെ കണക്ട് ചെയ്ത് മാത്രമാണോ നമ്മളിപ്പോ ടൈമിനെ കണക്ട് ചെയ്താണ് പൊതുവെ പറയാ കേട്ടോ, അല്ലാത്ത പറയില്ല. യഹൂദ വന്നാലും അങ്ങനെ തന്നെയാണ് അല്ലേ? യഹൂദ് വന്നാലും ഇങ്ങനെ തന്നെയാണ്. യഹൂദിനേക്കാളും അങ്ങനെ നല്ലൊരു തന്നെയാണ്. ശൈലിയായിട്ട് അറബികള് നമ്മൾ ഈ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു പ്രയോഗം പറയുന്നതാണ് കേട്ടോ. നമ്മൾ ഓഫീസിലൊക്കെ പോയിട്ട് അറ്റസ്റ്റേഷന് അങ്ങനെയുള്ള റിന്യൂവലിന് എത്ര ടൈം എടുക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ അവർ നമ്മളെ കൈവിടില്ല, അവരുണ്ടാവും. എനിക്ക് യു എന്നൊക്കെ ശരിക്കും ഞാൻ ഫീൽ ചെയ്ത അനുഭവം കേട്ടോ, എസ്തകരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഫീൽ ചെയ്ത അനുഭവം ഉണ്ട്, കുറേ ഉണ്ട്, ഒരുപാട്. നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല, യു എയിലുള്ളവര്, ഞാൻ ഒരുപാട് കേസ് അവിടെ ഡീൽ ചെയ്തിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് ഒരെണ്ണം പോലും പെൻഡിങ് ഇല്ലായിരുന്നു. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് 3 ദിവസമൊക്കെ മാക്സിമം ആ കേസ് ഇവർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുക. എന്നിട്ട് എന്നെ തന്നെ വിളിച്ചു പറയും, യാ മുനവ്വർ ഖലാസാ വല്ലാഹി ഹസ്സൽത ഹാദാ. ഇങ്ങോട്ട് വിളിച്ചു പറയാം. നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കില്ല, അത്രയാണ് ഭാഷ പരമായിട്ട് യു എയിൽ അത്രയും പ്രധാനമാണ് സംഭവം. ഓക്കെ, തമാം. ഉസ്താദെ ഓക്കെ ആണോ? ഉസ്താദ് ആദ്യം പറഞ്ഞ ഓക്കെ സർ. ഇൻതക്കം യസ്തഗ്രിഖുൽ വഖ്ത് ലിതസ്ദീഖ് ഷഹാദ എന്ന് പറഞ്ഞില്ലേ? ആ അവിടെ ഇൻത വേണ്ടല്ലോ, അപ്പൊ ഇൻത അവിടെ പ്രയോഗിക്കാൻ പാടില്ല. അല്ല, ഇൻത എന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം. ഇൻത എന്ന് പറയുമ്പോൾ താങ്കൾ എന്നുള്ള രീതിയാവും. യു, താങ്കൾ എത്ര ടൈം എടുക്കുമെന്ന് ചോദിക്കൂടെ? നമ്മൾ ചോദിക്കൂലേ, താങ്കൾക്ക് എത്ര ടൈം എടുക്കും ഇത് ചെയ്യാന്ന് ചോദിക്കൂലേ? താങ്കൾ എത്ര ടൈം എടുക്കും, അല്ലേ? ആർ യു. ഇനി എത്ര എക്സ്പെൻസീവ് വരും, ഇതിന് എത്ര ചെലവ് വരും എന്ന് ചോദിക്കണ്ടേ? നമ്മൾ ചില വർക്ക് കൊടുത്തിട്ടോ, വർക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഇതിന് എത്ര വരും സർ ഇപ്പൊ നമ്മള് തഹുദ് ഉപയോഗിക്കുകയാണെങ്കിൽ തഹുദ് വക്ത് എന്നാണോ പറയാ? ഇല്ല, തഹുദ് വക്ത് നീ ടൈം എടുക്കുമെന്നാവും അവിടെ. തഹുദ് വക്ത് സിയാദ യാ അഖി, താങ്കൾ കൂടുതൽ സമയം എടുക്കുവോ? അവിടെ ഡയറക്റ്റ് യു ടേക്ക്, നീ എടുക്കുവോ എന്നുള്ളതായി. മറ്റത് യസ്തഗ്രിഖ് വക്ത്, ഇത് സമയം എടുക്കും എന്നതാണ്. എന്നാൽ ഇൻത എന്ന് പറഞ്ഞാലും താങ്കൾ എന്ന് മാത്രമേ അവിടെ വരുള്ളൂ. യസ്തഗ്രിഖ് എന്ന് പറയുന്നത് അപ്പോഴും ടൈമുമായിട്ടാണ് ബന്ധം ഉണ്ടാവുക. യസ്തഗ്രിഖ് വഖ്ത് ടൈം എടുക്കും. ഇൻതാനി അന മുംകിൻ അന യസ്തഗ്രിഖ് വഖ്ത്, ഞാൻ കുറച്ച് സമയം എടുക്കും. അവിടെ അസ്തഗ്രിഖ് പറയാറില്ല, കാരണം വക്തുമായിട്ടാണ് യസ്തഗ്രിഖായിട്ട് ബന്ധം എന്ന്. ഓക്കെ, ടൈം അവിടെ കണക്ഷൻ വരാം. ഓക്കെ, അവിടെ നമ്മൾ അഖ്ദയിലും ഇത് പറയാം. മുംകിൻ യഖുദ് വഖ്ത് സിയാദ, മുംകിൻ അന യഖുദ് വഖ്ത്, കാരണം ടൈം എടുക്കും എന്നാണ്, ഞാൻ സമയം എടുക്കും എന്നതും പറയാം. മനസ്സിലായില്ലേ? അഖുദ് വഖ്ത് പറയുമ്പോ ഞാൻ ടൈം ഇങ്ങോട്ട് എടുക്കുന്ന രീതിയാവും. യഖുദ് വഖ്ത് സമയം എടുക്കും, അന അല്ലെങ്കിൽ ലീ യഖുദ് വഖ്ത് സിയാദ എന്ന് പറയും, എനിക്ക് സമയം എടുക്കും. തമാം. മുംകിൻ ലീ യഖുദ് വഖ്ത് സിയാദ എന്ന് പറയാറുണ്ട്. ലീ എന്നത് എനിക്ക്, അല്ലേ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മനസ്സിലാവില്ലേ? ഉണ്ട് മനസ്സിലാവുണ്ട്. നല്ല ക്ലാസ്, അടിപൊളി. ഇനി എത്ര ചെലവ് വരും, ഇതിന് എത്ര ചെലവ് വരും, എത്ര രൂപ വരും, എത്ര പൈസ എന്നൊക്കെ നമുക്കറിയാം. കം ഫുലൂസ്, അല്ലെ? ബിക്കം എന്നൊക്കെ അറിയാം. എത്ര ചെലവ് വരും? കം യുകല്ലിഫ്, അല്ലേ? കം യുകല്ലിഫ് ലിഹാദ, ഇതിന് എത്ര ചെലവ് വരും? കം യുകല്ലിഫ് ഹാദ, ഡിസ്കൗണ്ടോട് കൂടെ അതിന് എത്ര ചെലവ് വരും അങ്ങനെ പറയും. കം യുകല്ലിഫ് ഹാദ, കം യുകല്ലിഫ് ഹാദ ലിഹാദ ബിഖസ്മ, ഖസ്ം, അല്ലേ? ഖസ്ം ഡിസ്കൗണ്ട്.
കം യുകല്ലിഫ് ഹാദ ബിഖസും. ഇന്ന് ഫുഡിനടക്കം പിന്നെ ഡിസ്കൗണ്ട് ചോദിക്കുന്നവരാണ് അറബികൾ കേട്ടോ. ഓക്കെ, ഇന്ന് ഇതേ സെഷനിന്റെ വേണോ നെക്സ്റ്റ് സെഷന്? അതല്ല, കുറച്ച് ചേഞ്ച് ആക്കിയൂടെ? ഇതിന്റെ തുടർന്നുള്ള കുറച്ച് പ്രയോഗങ്ങളും കൂടെ പറഞ്ഞിട്ട് ഇത് ഫില്ലാക്കണ്ടേ? അല്ലേ? ഫില്ലാക്കുന്നത് നല്ല. റെക്കോർഡ് കിട്ടിയാണ്ട് ആ, ഓക്കെ ഓക്കെ. ഇതിന്റെ റെക്കോർഡ് കിട്ടിയിരിക്കണമെന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. എന്റെ ആ ചാനല് ഇത് ചെയ്തണോ നിങ്ങൾ? ഫോളോ ചെയ്തണോ എല്ലാരും? അല്ലേ? മിസ്സാവൂല, പിന്നെ തെരഞ്ഞെടുക്കേണ്ടിയും വരില്ല. എന്താണ് കേട്ടില്ല? രണ്ടാളും കൂടെ ചാനലിലിട്ടാല് നല്ലതാണ്. ആ, ഓക്കെ, തമാം. ചാനലിലിടാം കേട്ടോ. യാ അഖുയ ഖലീൽ എന്താ പറഞ്ഞേ? അവസാനം പറഞ്ഞ ജുംല ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? എന്താണ്? كم يكلف لهذا ബിഖസും. അല്ലേ? എന്നിട്ടൊക്കെ കഴിഞ്ഞുട്ടോ. പിന്നെയും ചോദിക്കും ലാസ്റ്റ് നമ്മള് ചെലവ് ചെലവഴിച്ചു എന്ന് പറയുമ്പോ എന്റെ അടുത്ത് പൈസ ചെലവഴിച്ചു എന്ന് പറയുമ്പോ എങ്ങനെ ചെലവായി തീർന്നു എന്ന് പറയുമ്പോ ഫുലൂസ് കുല്ലു. നീ കാശൊക്കെ ചെലവാക്കിയോ? സർറഫ്ത ഫുലൂസ് കുല്ലു ലാ തുസർരിഫ് സിയാദ. കാശ് അധികം ചെലവാക്കരുത്. ലാ തുസർരിഫ്. ഞാനൊക്കെ കുറെ കേട്ടതാ അത്. ലാ തുസർരിഫ്. ഈ യുൻഫക്ക ചെലവാക്കുക എന്നുള്ള ആ വേർഡ് ഉപയോഗിക്കില്ല അല്ലെ? യുൻഫക്ക് ഇല്ലല്ല. ഇനി ഞാൻ ഫാമിലിയുടെ കൂടെ ചെലവഴിച്ചു എന്ന് അങ്ങനെ പറയും. സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ഖളൈതു വഖ്ത് മഅ ആയിലതി. കുൻതു ഖളൈതു ഔഖാത് മഅ ആയിലതി. ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്കിൻ അൽഹീൻ മാ ഹസ്സുൽ വഖ്ത്. ഇപ്പൊ സമയം കിട്ടുന്നില്ല. അൽഹീൻ മാ യഹ്സുലുൽ വഖ്ത്. ഇപ്പോ സമയം കിട്ടുന്നില്ല. ലാസിം ഇഖ്ളി ഔഖാത് മഅൽ ആയില. ഫാമിലിയുടെ കൂടെ സമയം ചെലവാക്കണം അല്ലേ? ഇഖ്ളി എന്ന് പറയുമ്പോൾ എന്തായി? കമാൻഡായി. പ്രസന്റ് ആണോ? അഖ്ളി പ്രസന്റ്. അന ബഖ്ളി മഅക്. ഞാൻ എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. അന ബഖ്ളി മഅക് സാഅ. ഓക്കെ, അന ബഖ്ളി മഅക് സാഅ. ഒന്നുകൂടെ പറയാവോ? കുൻതു ഖളൈതു ബാദെ കുൻതു ഖളൈതു ഔഖാത് മഅ ആയിലതി ലക്കിൻ അൽഹീൻ മാ യഹ്സുലുൽ വഖ്ത്. ഇപ്പൊ എനിക്ക് സമയം കിട്ടുന്നില്ല. നമ്മുടെ ടൈം കഴിഞ്ഞു. ഇങ്ങനെ പറയുമ്പോഴേ ടൈം പോകുന്ന അറിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? കൈഫ് തജറുബത്തിക്കും നിങ്ങളുടെ ഫീലിംഗ് എങ്ങനെയാ? കുറെ കാര്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് പ്രയോഗിക്കണം കേട്ടോ. നമ്മുടേതായ രീതിയിൽ, നമുക്ക് വേണ്ടതായിട്ടുള്ള രീതിയിൽ പറയണം. ഓക്കെ, അല്ലാതെ ഇവിടെ പഠിച്ചത് തന്നെ കോപ്പി പേസ്റ്റിന് പകരം നമുക്ക് എന്തൊക്കെയാണോ അത് ആവശ്യമുള്ളത് അതനുസരിച്ച് പറയുകയാണെങ്കിൽ അതാണ് ബെറ്റർ. ഓക്കെ, തമാം. പറഞ്ഞുകൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞാൻ പറയില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതാ റിസൾട്ട് ഇൻഷാ അല്ലാഹ്. തമാം. മഷ്കൂർ ജിദ്ദൻ ശാകിരീൻ വമുഖദ്ദിരീൻ. മഅസ്സലാമ. في أمان الله. إلى اللقاء.